കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രശസ്തമായൊരു കമ്പനിയുടെ വാർഷിക പരിപാടിക്ക് മാജിക് ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയതായിരുന്നു. പ്രശസ്തമായ ഒരു ഹോട്ടലിൻ്റെ പ്രൗഢഗംഭീരമായ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ പരിപാടി. രാവിലെ മുതലേ ഞങ്ങൾ ട്രൂപ്പിലെല്ലാവരും കൂടി ചേർന്നിട്ട് സ്റ്റേജിൻ്റെ ക്രമീകരണത്തിലായിരുന്നു. എടുത്ത സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നു. ആ കമ്പനിയിൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എംപ്ലോയീസ് ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്ത് പല രാജ്യങ്ങളുടെയും പേരുകൾ എഴുതി വെച്ചുകൊണ്ട് ഹോട്ടലിലെ സ്റ്റാഫ് മുഴുവൻ രാവിലെ മുതൽ അതാത് രാജ്യങ്ങളുടെ തനത് ഭക്ഷണം പല കൗണ്ടറുകളിലായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കൂട്ടരാണെങ്കിൽ സ്റ്റേജിന് മുന്നിൽ കസേരകളും സോഫകളൊക്കെ ക്രമീകരിക്കുന്നു. ഒരു വലിയ സംഘം ആധുനിക രീതിയിലുള്ള ലൈറ്റ്, സൗണ്ട് സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകെപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനിടയ്ക്ക് വില കൂടിയ ഒരു കാറിൽ കമ്പനിയുടെ MDയും അതുപോലെ തന്നെ പല വാഹനങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ പരിവാരവും വന്നിട്ടിറങ്ങി. കമ്പനി സ്റ്റാഫ് എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. കാരണം MD ആണല്ലോ. ഇടയ്ക്ക് അദ്ദേഹം സ്റ്റേജിൽ വന്ന് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. ക്രമീകരണങ്ങളെല്ലാം നോക്കിയിട്ട് അദ്ദേഹം അധികം വൈകാതെ തന്നെ ഒരു VIP ആണ്, അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. സന്ധ്യയായി. കുറേയേറെ അറബികളും അതുപോലെ തന്നെ സായിപ്പന്മാരും ഒക്കെ വേദിക്ക് മുമ്പിൽ വന്നിട്ട് നിറഞ്ഞു. എല്ലാവരും ഇരുന്നു. വേദിയിൽ താരമായിട്ട് നമ്മുടെ നേരത്തെ വന്ന MD ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ചടങ്ങ് കഴിഞ്ഞു, മാജിക് ഷോയും കഴിഞ്ഞു. അതിഥികൾ മുഴുവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം റീപാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണ സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ രാവിലെ നമ്മൾ കണ്ട അതേ MDയും പരിവാരങ്ങളും മദ്യലഹരിയിൽ ഇരുന്ന് പാട്ട് പാടുകയാണ്. കോട്ടെല്ലാം കസേരയിൽ ഇങ്ങനെ ഊരിയെറിഞ്ഞ് എല്ലാ നിലയും വിലയും വിട്ട് നൃത്തം ചെയ്യുകയാണ്. രാവിലെ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയി വന്ന അതേ വ്യക്തി വെരി ഇൻഡീസൻറ്റ് പേഴ്സൺ ആയിട്ട് മാറിയ കാഴ്ചയാണ് കാണുന്നത്. ഒരേ വ്യക്തി, 2 വ്യക്തിത്വം. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയാറുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അതുപോലെ നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ് നമ്മളെ ഒരാൾ വിലയിരുത്തുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന തിരിച്ചറിവാണ് സംസ്കാരം. എന്ത് പറയണം, എന്ത് പറയരുത് എന്നതിനുള്ള വിവേകമാണ് സംയമനം. നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ അടിമയും പറയാത്ത വാക്കിൻ്റെ ഉടമയുമാണ് എന്നുള്ള ബോധം വളരെ പ്രധാനമാണ്. ഇതും ഞാൻ പഠിച്ച, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത പാഠമാണ്.